ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ചെറിയൊരു കുട്ടിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. 3:30 കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചായ കൊടുക്കണം. അപ്പോൾ ഞാൻ ചായ വയ്ക്കാൻ പോവുകയാണ്. ചായ വയ്ക്കുക, ഗ്യാസ് കത്തിച്ചു, പാത്രം വെച്ചപ്പോൾ അതിൽ കട്ടനാണ് കേട്ടോ വയ്ക്കണത് വൈകുന്നേരം. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് പോയപ്പോൾ കുറേ പ്രാണികളെ കണ്ടിട്ടോ. ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. ഞാൻ തീവണ്ടി പ്രാണി എന്നാട്ടോ പറയുന്നത്. കാരണം ഇതിങ്ങനെ ചെയിൻ പോലെ ഇങ്ങനെ പൂവും, കാണാൻ നല്ല രസമാണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ പോകണം കാണാൻ നല്ല രസമല്ലേ കാണാൻ. ഞാൻ ഇവിടെ വന്ന ശേഷം കേട്ടോ ഇങ്ങനത്തെ ഇതിനെ കാണും. ഞങ്ങളുടെ അവിടെ ഒന്നും ഇങ്ങനെ പ്രാണിനെ കണ്ടിട്ടില്ല. ഭയങ്കര കാറ്റ് വീശിയപ്പോൾ ഇന്നലെ ഈ നേരത്ത് ഭയങ്കര കാറ്റായിരുന്നു. ഇന്നലെ ചെറുതായിട്ട് മഴ ചാറിട്ടോ. അപ്പോൾ ഇന്നലത്തെ നേരം ആകുമ്പോഴേക്കും ഇന്നും മഴ ഉണ്ടാവുമെന്ന് തോന്നുന്നു. നല്ല കാറ്റ്, ഇവിടെ ഒക്കെ വറച്ച് പാരാണ്. അതുകൊണ്ട് ചെറിയ കാറ്റ് കൂടിയാൽ മതി, മുറ്റം മുഴുവൻ ചപ്പും ചോറായിരുന്നു. കണ്ണ് തെറ്റിയാ ശ്രീക്കു ഈ പണി നടക്കണോടത്തേക്ക് വരും കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് നോക്കൂട്ടോ. അവരവിടെ ഊരി വെച്ച ആണികളൊക്കെ എടുക്കാട്ടോ. എന്താ ചെയ്യണേ? പണി ഇരിക്ക. എന്റെ ചെരുപ്പ് എവിടെ? ചെരുപ്പ് എന്താടാത്ത്? അപ്പോഴേക്കും ചായയൊക്കെ റെഡിയാക്കി. അപ്പോൾ ശ്രീക്കുൻ്റെ അടുത്ത് പോയിട്ട് അവിടെ അടുത്ത് നിന്നിട്ട് നേരം പോയത് അറിഞ്ഞില്ല. ഇനിയിപ്പോൾ അവർക്ക് നമുക്ക് ചായയൊക്കെ കൊണ്ട് കൊടുക്കണം. അതൊന്നും വീഡിയോ എടുക്കണില്ല കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വീട്ടിന് ചുറ്റും നിറച്ച് മരങ്ങളാണ്. അപ്പോൾ കാറ്റൊക്കെ വീശി നിറച്ച് ഇലകൾ വീഴും. മാങ്ങ കണ്ടു, കുറേ കണ്ണിമാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ അല്ല കേട്ടോ, അപ്പുറത്തെ വളപ്പിലാണ്. പക്ഷേ അതിൻ്റെ ചില്ലകൾ മുഴുവൻ ഞങ്ങളുടെ ഉമ്മറത്തേക്ക് നിൽക്കുകയാണ്. അതുകൊണ്ട് കുറേ കണ്ണിമാങ്ങ ഞങ്ങൾക്ക് കിട്ടും. ഇതാണ് ഞങ്ങളുടെ മാളു. ഹായ് പറ മാളു. അവൾ ഇവിടെയാണ് ഇറങ്ങാട്ടോ. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവളുടെ അമ്മയ്ക്ക് ചെറിയൊരു ഷോപ്പാണ്. അപ്പോൾ അത് രാവിലെ വൈകുന്നേരം ആവും അടയ്ക്കാനപ്പോൾ ആ സമയത്ത് അവൾ ഇവിടെ വന്ന് കൊണ്ടുപോവുക. അതുവരെ അവൾ ഇവിടെ ആയിരിക്കും, ഞങ്ങളുടെ ഇവിടെ ആയിരിക്കും. ശ്രീക്കു കച്ചറി ഉണ്ടാക്കാണ്. പിന്നെ മാളു വന്നാൽ കുറേ നേരം ശ്രീക്കു മാളുവിൻ്റെ ഒപ്പം കളിച്ചു കേട്ടോ. മാളുവിനെ ഭയങ്കര ഇഷ്ടമാണ്. മാളു പിന്നെ അവളുടെ താളത്തിനൊത്ത് നിൽക്കും. എങ്ങനെ അവളെ സോപ്പിട്ട് നിർത്താവൊക്കെ അറിയാം. അപ്പോൾ ശ്രീക്കുൻ്റെ കലാവിരുദ്ധമാണ് ആ ബൊമ്മ കേട്ടോ. ആ വാട്ടർ കളർ എടുത്തിട്ട് ഫുള്ള് അതിൻ്റെ മേത്ത് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വയ്ക്കും. അത് അവൾക്കിപ്പോൾ ഒരു ഹോബിയായി. നന്ദു ചെയ്യണ കണ്ടിട്ട് അപ്പോൾ അവൾക്കും വേണം. അങ്ങനെയാണ് ആ ബൊമ്മക്കുട്ടൻ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും നന്ദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു, കണ്ണനും കുഞ്ഞിമാളും. മഴ കാരണം പുറത്തേക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞ കാരണം എല്ലാവരും ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. ശ്രീക്കും അപ്പോഴേക്കും അവിടെ സ്നഗ്ഗിയുടെ കവർ ഇരിക്കുന്നുണ്ട്. അത് ഫുള്ള് കുത്തി ഓട്ടയൊക്കെയാണ്. ആൾക്കല്ലാതെ എന്താ പണി. പിന്നെ നാളെ ആറ്റുകാല് പൊങ്കാലയാണല്ലേ. അപ്പോൾ അതിൻ്റെ തിരക്കിലാവും കുറേ പേര്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്ക് അവർക്കൊക്കെ ഒരു ഭാഗ്യം തന്നെയാണല്ലേ. ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. ആ ഭാഗത്തുള്ളവരുടെ കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ എല്ലാ വർഷവും അമ്മയുടെ നടയിൽ പോയി പൊങ്കാല ഇടാനുള്ളൊരു ഭാഗ്യമുണ്ട്. ഞാനൊക്കെ 10ൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നുണ്ട് ആദ്യമായിട്ട് പൊങ്കാല ഇട്ടത്. പിന്നെ ഇതുവരെ എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. തൊഴാൻ പോയിട്ടുണ്ട്. എൻ്റെ മാമൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഞങ്ങളങ്ങനെ തൊഴാനൊക്കെ പോവും. പൊങ്കാല ഞാൻ ആ ഒരു വർഷം ഇട്ടതാണ്. പിന്നെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും പൊങ്കാല ആശംസകൾ നേരുന്നു. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിജയശേട്ടൻ വന്നിട്ടോ, പാലും മുട്ട ബജിയും കൊണ്ട്. അപ്പോൾ വേഗം ഞാൻ ചായ ഉണ്ടാക്കി. ചൂട് ചായയും ചൂട് മുട്ട ബജിയും മഴയത്ത് കുടിക്കാൻ നല്ല സുഖമല്ലേ. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.